ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. നവീകരണം എന്നും ഓരോ മതത്തിനും ആവശ്യമാണ്. ക്രിസ്തു മതത്തിലെ നവീകരണത്തെക്കുറിച്ച് ഇനി ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ക്രിസ്തു മതത്തിൻ്റെ വക്താവല്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ആത്മീയ പ്രാർത്ഥനാ പ്രസ്ഥാനമാണ്. ആത്മാഭിഷേകമെന്ന് പണ്ടുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം ചർച്ച് ഓഫ് ഇറ്റേണിറ്റി എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള അനേകമിടങ്ങളിൽ ചില ആത്മീയ ആരാധനാ മുഹൂർത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യയിലെ വേറെ ചില സ്റ്റേറ്റുകളിലുമൊക്കെ കഴിയുന്ന പോലെയൊക്കെ മനുഷ്യനെ ആത്മീയതയിലേക്ക് നടത്തുവാൻ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഹിന്ദുവെന്നോ ഇസ്ലാം മത വിഭാഗക്കാരെന്നോ ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരോട് വഴക്കുണ്ടാക്കണമെന്നോ അവർ പറയുന്ന തെറ്റുകളെ വിമർശിക്കണമെന്നോ എന്നോ അല്ല. നിത്യജീവൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിൽ നിറയണമെന്നതാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. യേശുവാകട്ടെ, യേശു തന്നെയായ പിതാവാകട്ടെ, പിതാവ് തന്നെയായ യേശുവാകട്ടെ. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പഠിപ്പിച്ചത് കൊണ്ടാണ്. യോഹന്നാനിലാണ് 10:30 ഞാനും പിതാവും ഒന്നാണെന്ന് യേശു പഠിപ്പിച്ചത്. യോഹന്നാൻ 10:30. എല്ലാവർക്കും ഈ സത്യം അറിയത്തില്ല. പിതാവും യേശു ഒന്നാണ് എന്നറിയാമെങ്കിലും വചനം ഉദ്ധരിച്ചുകൊണ്ട് അത് സമർത്ഥിക്കുവാൻ ചിലർക്കേ പറ്റുന്നുള്ളൂ, എല്ലാവർക്കും പറ്റുന്നില്ല. യോഹന്നാൻ 10:30 യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ് എന്ന്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14 7, 8, 9 വാക്യങ്ങളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഒരു സ്വത്വമാണ് ഞാൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കൊളോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-16 വചനങ്ങളിൽ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിലും അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ സ്വത്വമാണ് ഞാനെന്ന് യേശു പറഞ്ഞു. അത് കൊളോസ്യ ലേഖനം 2:9 പറഞ്ഞു. ഇത് യേശു പറഞ്ഞത് കൂടാണ്ട് പഴയ നിയമത്തിൽ യേശുവിനെ വീരനാം ദൈവമെന്ന്, യേശുവിനെ നിത്യപിതാവെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 9:6 പറഞ്ഞിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 9:6. ഇതുകൂടാണ്ട് 2-ാം സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിൽ ചിലയിടത്തും അവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് യഹോവ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് യഹോവ എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് യേശുവിനെയും ദൈവമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. എൻ്റെ പ്രസംഗ വിഷയം ഇതല്ലാത്തത് കൊണ്ട് ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. യഹോവയും യേശുവും ഒന്നാണ്. യഹോവയെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ ലക്ഷ്യം ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയിട്ട് 2 മനുഷ്യരെ ആദ്യത്തെ ഹവ്വയും സൃഷ്ടിച്ചിട്ട് പിന്നെ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യ മക്കളുടെയും തലമുറകളിൽ ഒരു മഹാരാജാവായി വിരാജിച്ചുകൊണ്ട് അദൃശ്യനായി ഇരിക്കുക എന്നത് അല്ലായിരുന്നു യഹോവയുടെ ലക്ഷ്യം. ആദാമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണമെന്നതായിരുന്നു, ഹവ്വയുടെ ഉള്ളിൽ കയറിയിരിക്കണമെന്നായിരുന്നു. പക്ഷേ ആദാമിനോടും ഹവ്വയോടും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ആത്മീയമായി മരിക്കും, സ്വസ്ഥത നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. എന്നിട്ടും അതൊന്നും അങ്ങനെ അങ്ങോട്ട് ചെവിക്കൊണ്ടില്ല ഹവ്വയും ആദവും. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ മത സാംസ്കാരിക സംഭവങ്ങളെ അംഗീകരിക്കുക എന്നതാണ്. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നണമെന്ന് പ്രത്യേകിച്ച് അവിടെ പറഞ്ഞില്ലെങ്കിലും ഉൽപ്പത്തി 2 7, 8, 9 വാക്യങ്ങളിൽ ഇവിടെ ഒത്തിരി വൃക്ഷമുണ്ടെന്നും ജീവവൃക്ഷമുണ്ടെന്നും
ദൈവപിതാവ് ആദത്തോടും ഹവ്വയോടും പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജീവവൃക്ഷം ഇന്നത്തെ ക്രിസ്തുവിൻ്റെ അന്നത്തെ നിഴലാണ്. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചിരുന്നുവെങ്കിൽ അതനുസരിക്കും എന്നത് കാണുമ്പോൾ പിതാവായ ദൈവത്തിന് അഥവാ യഹോവയ്ക്ക് അവരുടെ ഉള്ളിൽ കയറി വസിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിക്കണം എന്നത് തോന്നാമായിരുന്നു. പക്ഷെ അവർ ദൈവത്തിൻ്റെ ആ നല്ല കൽപ്പന, ദൈവത്തെ അനുസരിക്കുക എന്ന കൽപ്പന, ദൈവത്തെയും വചനത്തെ സ്വീകരിക്കുക എന്ന ദൈവിക കൽപ്പന അതവർ സ്വീകരിക്കാതെ വന്നപ്പോൾ, അഥവാ ദൈവത്തിൻ്റെ ശത്രുവായി വിശുദ്ധ വേദപുസ്തകം പറയുന്ന പിശാചിനെ അനുസരിച്ചതോടുകൂടി, ആ വചനത്തെ അനുസരിച്ചതോടുകൂടി, സത്യവചനത്തെ ധിക്കരിച്ചതോടുകൂടി ദൈവത്തിന് ഒരിക്കലും ആദത്തിൻ്റെയും ഹവ്വയുടെയും ഉള്ളിൽ കയറി വസിക്കാൻ പറ്റാതെ വന്നു. പക്ഷേ 3:15 ഇനി എങ്ങനെ മനുഷ്യ മക്കളിൽ വസിക്കാം എന്ന് ദൈവം എഴുതിപ്പിച്ചു മോശയെ കൊണ്ട്. 3:15 സ്ത്രീയുടെ സന്തതിയായി, ഒരു സ്ത്രീയുടെ അനുസരണക്കേടിൽ നിന്നാണല്ലോ, ഹവ്വയുടെ അനുസരണക്കേടിൽ നിന്നാണല്ലോ മാനവ ചരിത്രം വീഴ്ചയിലേക്ക് വന്നത്. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ സന്തതിയായി രക്ഷകൻ പിറക്കും എന്ന് പറഞ്ഞു 3:15. ഇങ്ങനെ രക്ഷകൻ പിറക്കുമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്, യഹോവ തന്നെയാണ് പിറക്കുന്നതെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാത്തതിൻ്റെ കാരണം പണ്ഡിതന്മാരും ഐക്യു ലെവൽ ഉയർന്നവരും ആയ ആളുകൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കുകയുള്ളൂ. കാര്യങ്ങൾ എല്ലാം വെട്ടിത്തുറന്ന് പറയണമെന്നില്ല. ദൈവം എപ്പോഴും ദൈവമാണ്. താൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നിഗൂഢമായ ഒത്തിരി രഹസ്യങ്ങളോട് കൂടിയായിരിക്കും. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഏതായാലും സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു ജനിക്കുമെന്ന് പറഞ്ഞത് യഹോവ തന്നെ ഉടലാണ്ട് ജനിക്കുമെന്നായിരുന്നു അർത്ഥം. അദൃശ്യനായ യഹോവ ദൃശ്യനായ ക്രിസ്തുവായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിന്നീട് ജനിച്ചു. ഇത് നമ്മൾ വായിക്കുന്നു ഗലാത്യ ലേഖനം 4-4 വാക്യത്തിൽ. അവിടെ യഹോവയാണ് പുൽക്കൂട്ടിൽ പിറന്നത് എന്ന് എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ദൈവിക രഹസ്യങ്ങൾ. മിസ്റ്റേരിയോൺ എന്നോ മർമ്മമെന്നോ ഒക്കെ പറയുന്ന കാര്യമാണ് ഇത്. യേശു ഭൂമിയിൽ ഭൂജാതനായി. അദ്ദേഹം എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ രണ്ടുപേരെന്ന് പറയുമ്പോൾ യഹോവയും പുത്രനും, യഹോവയും യേശുവും. ഇംഗ്ലീഷിൽ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ, രണ്ട് ഒന്നായിത്തീരുന്ന ഒരവസ്ഥ. ഒന്നിനെ കാണുന്നുള്ളൂ, യേശുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു പിതാവ്. അതുകൊണ്ടാണ് അതിനെ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞത്. ഈ ദൈവത്തിൻ്റെ ദ്വന്ദ്വഭാവം 33 വർഷക്കാലം യേശു ഈ ലോകത്തിൽ സുവിശേഷം പറഞ്ഞും അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തും ഒക്കെ കാര്യങ്ങളെ മുന്നോട്ട് നല്ലതുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ യേശുവിന് തന്നെയും തൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ജനം ജഡത്തിൽ തന്നെ കുടികൊള്ളുന്നതുകൊണ്ട് അവൻ്റെ ജഡത്വം അവസാനിപ്പിച്ചാലേ തനിക്ക് ആത്മാവായി അവരുടെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റൂ എന്ന് ദൈവത്തിന് മനസ്സിലായി. യേശു ജഡമായിട്ടാണല്ലോ വന്നത്. മനുഷ്യനും ജഡത്തിൽ ആണല്ലോ. ജഡത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയല്ല. ജഡത്തിൻ്റെ കൈ കൊണ്ട് മറ്റേ ജഡത്തിൻ്റെ തലയിൽ തൊടുവാനോ കൈനീട്ടി പ്രാർത്ഥിക്കുവാനോ ഒക്കെയല്ലേ പറ്റുകയുള്ളൂ. ജഡത്തിന് ഒരിക്കലും ജഡത്തിനകത്ത് കയറാൻ പറ്റുകയില്ല. അതായത് യേശുവിന് മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ സാധിക്കുന്നില്ല. യേശുവിന് മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ വന്ന് വസിക്കാൻ സാധ്യതയുള്ള വിധത്തിൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ യഹോവയായ ദൈവം ക്രിസ്തുവിലൂടെ തീരുമാനമെടുത്തു. ഇതിങ്ങനെ തീരുമാനമെടുത്ത വിവരം വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലായിടത്തുമുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം സകലർക്കും പാപമോചനവും സകലർക്കും വിടുതലും കൊടുക്കും എന്ന് പ്രവചനഗ്രന്ഥങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ 22-ലും യേശയ്യാവിൽ 53-ലും യിരെമ്യാവിൽ
29 അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ക്രിസ്തുയേശു വന്ന് മനുഷ്യൻ്റെ പാപങ്ങളും മനുഷ്യൻ്റെ രോഗങ്ങളും മനുഷ്യൻ്റെ ദുഃഖങ്ങളും മനുഷ്യൻ്റെ തകർച്ചകളും എല്ലാം എടുത്തു മാറ്റുമെന്ന് പ്രസ്തുത പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അനുസരിച്ച് യേശു കൊല്ലപ്പെടുന്ന ഉത്ഥാനം ചെയ്യപ്പെടുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ യേശുവായിട്ട് ഇരിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് ജഡത്തിലാണല്ലോ. യേശുവിൻ്റെ ജഡം ക്രൂശിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുകയും ഒരു വിമാനത്തിന് വന്ന് ലാൻഡ് ചെയ്യാവുന്ന വിധത്തിൽ വിമാനത്താവളത്തെ സുന്ദരമാക്കുന്ന പോലെ അവിടുത്തെ ലൈറ്റെല്ലാം കത്തിച്ചു വെച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറന്നു വരുന്ന വിമാനത്തിന് പച്ചക്കൊടി കാണിക്കുന്ന പോലെ യേശു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പാപമോചനം കൊടുത്തു, വിശുദ്ധ ജീവിതം കൊടുത്തു, എല്ലാവരെയും വിശുദ്ധീകരിച്ചു, രോഗമോചനവും കൊടുത്തു എന്ന് യെശയ്യാവ് 53:4-5 വാക്യങ്ങളിൽ. അകൃത്യങ്ങൾക്ക് മോചനം കൊടുത്തു, രോഗങ്ങൾ ഞാൻ വഹിച്ചു എന്നൊക്കെ. ഇങ്ങനെ യേശു യഹോവയും യേശുവുമായ ദൈവത്തിന് ലോകത്തിലെ ജനകോടികളുടെ ഉള്ളിൽ വസിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു. പക്ഷേ ക്രൂശിക്കപ്പെട്ടവനായ യേശു 3 ദിവസത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ജഡത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്, ശരീരത്തോടു കൂടിയാണ്. ഇങ്ങനെ വന്നപ്പോൾ യേശു ക്രിസ്തുവിന് തൻ്റെ അപ്പസ്തോലന്മാരായവരുടെയോ തൻ്റെ കൂടെയുള്ളവരുടെയോ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ കുടിയേറി പാർക്കണമെങ്കിൽ താൻ ജഡത്തിലായതുകൊണ്ട് കഴിയുന്നില്ല. യഹോവ ആത്മാവായതുകൊണ്ട് യഹോവയ്ക്ക് കഴിയുമായിരുന്നു. ജനങ്ങൾ യഹോവയെ അനുസരിച്ചിരുന്നെങ്കിൽ, ജനങ്ങൾ യഹോവയെ ആത്മാവിൻ്റെ സത്യത്തിലും ആരാധിച്ചിരുന്നെങ്കിൽ, ജനങ്ങൾ യഹോവ പറഞ്ഞതുപോലെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാതെ താൻ പറഞ്ഞതുപോലെ കേട്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ യഹോവയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂവരുമുണ്ട്, ഏകദൈവമാണല്ലോ. ആ ദൈവത്തിന് അവരുടെ ഉള്ളിൽ വസിക്കാമായിരുന്നു. പക്ഷെ അവരാരും അനുസരിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ യേശുവിനെ അയച്ചു, യേശുവായി വന്ന യേശു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധമായ മനസ്സും ശരീരവും ആത്മാവും ഉണ്ടാക്കി. പക്ഷേ യഹോവയായ ക്രിസ്തു യഹോവയുമായ ഈ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന ദൈവത്തിന് 40 ദിവസം കൂടി ശരീരത്തോടു കൂടി ഇവിടെ കഴിഞ്ഞിട്ട് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കരകയറി പോകേണ്ടി വന്നു. ഉടലോടുകൂടി കരകയറി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ വലതുഭാഗത്ത് വന്നിരിക്കുന്ന യേശു ആ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ 1-ന്റെ 2 ഭാവങ്ങൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ പാർക്കണം എന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച്, വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് യോഹന്നാൻ 4:24 ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ യഹോവയായി ദൈവം, 2 കൊരിന്ത്യർ 3:17 ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ യോഹന്നാൻ 15:45 ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആത്മാവായി എന്നെഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:45, 1 കൊരിന്ത്യർ 15:45 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആത്മാവായി, യഹോവ ആത്മാവാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആത്മാവായി. അങ്ങനെ 50-ാം നാൾ ആത്മാവിത ഇങ്ങോട്ട് വരികയാണ്. സെഹിയോൻ മാളികയിൽ, മർക്കോസിൻ്റെ മാളികയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന 120ഓളം പേരുടെ മേൽ ഇതാ ദൈവാത്മാവ് വരുന്നു. ഈ ദൈവാത്മാവ് വരുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 3 വിരലിൽ 1 വിരൽ കൊണ്ട് തൊട്ടു എന്ന് പറയുന്ന പോലെ ബാക്കി 2 വിരലും അനങ്ങിയില്ല എന്ന് പറയുന്ന പോലെ, ഈ 2 കൈയിൽ 1 കൈ കൊണ്ട് തല്ലി അഥവാ തൊട്ടു എന്ന് പറയുന്ന പോലെ മറ്റേ കൈ അനങ്ങിയില്ല എന്ന് പറയുന്ന പോലെ ആണെന്ന് കരുതാം. അങ്ങനെ കരുതരുത്. ആത്മാവായി വന്നത് ആത്മാവ് തന്നെ, യേശു തന്നെ, പിതാവ് തന്നെ. പിതാവായ ദൈവത്തിൻ്റെ ആളത്വവും പുത്രനായ ദൈവത്തിൻ്റെ ആളത്വവും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആളത്വവും അഗ്നിയായി ഏക ദൈവം അവരുടെ മേൽ വന്ന് വസിക്കുകയാണ്.
120ഓളം പേരുടെ മേൽ വന്ന് വസിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വ്യവസ്ഥ ദൈവം പാലിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ? 1 കൊരിന്ത്യർ 3:16 പറയുന്ന പോലെ ദൈവത്തിന് മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കണം. 1 കൊരിന്ത്യർ 6:19 പറയുന്ന പോലെ ദൈവത്തിന് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കണം. ദൈവത്തിന് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കണം. അങ്ങനെ മനുഷ്യൻ കൈപ്പണിയായി ആശാരി മൂശാരി തുടങ്ങിയവരെ കൊണ്ട് കെട്ടിക്കുന്ന കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്ന പഴയ നിയമ ആരാധന രീതി പുതിയ നിയമത്തോടു കൂടി മാറ്റം വരുത്തുകയാണ്. പഴയതിൻ്റെ ഓപ്പോസിറ്റാണ് പുതിയത്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. പുതിയ നിയമത്തിൽ വ്യത്യാസങ്ങളുള്ള ആരാധനയാണ്. ക്രിസ്തു തൻ്റെ ശരീരത്തെ ഗോൽഗോഥായിൽ ബലി അർപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലെ ബലിയർപ്പണം നടത്തിയത്. പഴയ നിയമത്തിൽ കന്നുകാലികളെ കൊന്ന് ചോര വീഴ്ത്തിക്കൊണ്ട്. അതൊരു നിഴലാണ്, അതൊരാചാരമാണ്, അതൊരനുഷ്ഠാനമാണ്. പക്ഷെ അന്ന് അത് മതി, അന്ന് അതേ ചെയ്തുള്ളൂ. അന്നത്തെ അബ്രാഹാം ആ ബലിയിലല്ല വിശ്വസിച്ചത്, യഹോവയിലാണ്. യഹോവയിൽ വിശ്വസിച്ചാൽ മതി. യഹോവയിൽ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഉണ്ട്. അന്നത്തെ ദാവീദ് ബലിയർപ്പണങ്ങളിലല്ല വിശ്വസിച്ചത്, യഹോവയിലാണ്. യഹോവ 3 in 1 പുത്രനും യഹോവയിലുണ്ട്, പരിശുദ്ധാത്മാവും യഹോവയിലുണ്ട്. അന്ന് അവർ അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഒരു 25 കൊല്ലം മുമ്പ് കേരളത്തിലെ പോലീസ് മുട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന നിക്കർ ഇട്ടാൽ മതി. ഇപ്പോൾ പാൻസ് നീളമുള്ളതാണ് ഇടുന്നത്. പോലീസാണ്. അന്ന് ആ നിക്കർ മതി, ഇന്ന് ഈ പാൻസ് വേണം. പോലീസിന് മാറ്റമില്ല. യഹോവ അന്ന് കൽപ്പിച്ചത് അത്തരം ആരാധനയാണ്, അന്നത് മതി. യഹോവ ഇന്ന് കൽപ്പിക്കുന്നത് ഇത്തരം ആരാധനയാണ്, ആത്മാവിന് സത്യത്തിനുള്ള ആരാധന. അങ്ങനെ ആത്മാവിന് സത്യത്തിനുമുള്ള ആരാധന ചെയ്യാനുള്ള വഴി യഹോവ തന്നെ വെട്ടി ഒരുക്കി. ക്ഷമയോടുകൂടി കാത്തിരുന്ന് യഹോവ ക്രിസ്തുവായി വന്ന് ക്ഷമയോടുകൂടി ക്രൂശിക്കപ്പെട്ട് ക്ഷമയോടുകൂടി ഉയർപ്പിക്കപ്പെട്ട് ക്ഷമയോടുകൂടി 50-ാം തിരുനാളിൽ വാരോത്സവ പെരുന്നാളിൽ ആത്മാവായി വരികയാണ്. ഈ ആത്മാവ് 1 കൊരിന്ത്യർ 3:16 6:19 പറയുന്ന പോലെ ദൈവം വന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. ലോകവും ലോകത്തിലൊക്കെ ഉള്ളത് ഒക്കെ ഉണ്ടാക്കിയ ദൈവം, അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-24 വാക്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-24 വാക്യം. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇത് കത്തോലിക്ക പള്ളിയിലെ വൈദികരും ഒക്കെ വായിച്ചറിയണം. ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് പള്ളികളിലെ അച്ഛന്മാരും ജനവുമൊക്കെ ഇത് വായിച്ചറിയണം. അതായത് ലോകവും ലോകത്തിലുള്ളതെല്ലാം ഉണ്ടാക്കിയവനാണ് ദൈവം. അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. അവൻ ഏതെങ്കിലും ഒരു കൈ കൊണ്ടുണ്ടാക്കുന്ന പള്ളിക്കകത്ത് കൊള്ളുന്നവനല്ല, വലിയവനാണ്. ഇതിവർ വായിച്ചറിയണം. താൻ എല്ലാവർക്കും വേണ്ടി, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-25 വാക്യം, താൻ എല്ലാവർക്കും വേണ്ടി ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവനല്ല. അവൻ വല്ലതിനും മുട്ടുള്ളവനല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-25 ഒരു ധൂമക്കുറ്റി പുകയ്ക്കുന്നത് അത്യാവശ്യമുള്ളവനല്ല. മറിയത്തിൻ്റെ വിഗ്രഹമോ സ്തോത്രകാഴ്ച പാത്രങ്ങളോ ഒന്നും ആവശ്യമുള്ളവനല്ല. അവൻ ഒന്നിനും മുട്ടില്ല, ഒരു കുറവുമില്ല, ഒന്നിനും മുട്ടില്ല. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-25 മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ കൈ കൊട്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പറയുന്നവർ ദയവായി ഒന്ന് തിരുത്തി മനസാന്തരപ്പെട്ടാട്ടെ. ചെണ്ടമേളങ്ങൾ, ചാട്ടം, ഓട്ടം, ബഹളം ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുന്നവർ പ്ലീസ് മനസാന്തരപ്പെട്ടാട്ടെ. പാട്ട് പാടുമ്പോൾ താളത്തിന് കൈ കൊട്ടിക്കൂ, അതൊക്കെയാണ്. ഉപവസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നതൊക്കെ ഒരു വ്യാമോഹമാണ്. ദൈവമാണ്. അവനെ പ്രസാദിപ്പിക്കാൻ ഒന്നും വേണ്ട, ആത്മാവിലും സത്യത്തിലും നമ്മളായാൽ മതി. ഇതാണ് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത്. ഇതാ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-25 അവൻ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളെ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല.
ഇനി 26-ാം വാക്യം, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഒരുത്തരിൽ നിന്ന് പറഞ്ഞാൽ അത് ആദാമിൽ നിന്ന്. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നതല്ലതാനും. വചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 17:28, അവൻ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനല്ല, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് വചനത്തിൻ്റെ സ്വത്വം. അവൻ നമ്മിൽ നിന്നും അകന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നാം അവനിൽ ജീവിക്കണം, ചരിക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന് സത്യത്തിനുമുള്ള ആരാധനയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന പരമപ്രധാനമായ ചില ചിന്താധാരകൾ. മോൻ്റെ പേരെന്നാ? ജനകൻ. കർത്താവ് ജനകൻ്റെ എളിക്ക് വേദനയാണ്. ആയുർവേദ മരുന്നും എല്ലാ മരുന്നും മാറി മാറി കഴിച്ചിട്ടും മാറുന്നില്ല. കർത്താവെ, എളിക്ക് ശക്തമായി വേദനയാണെന്ന് ജനകൻ പറയുകയായിരുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയാൽ സുഖപ്പെടുത്തിയാട്ടെ. കർത്താവെ, അങ്ങയുടെ കൃപയാൽ സുഖപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവെ, അങ്ങയുടെ കൃപയാൽ കൃപയാൽ കൃപയാൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാവരും കേൾക്കുക. ജനകന് ശക്തമായ എളിവേദനയായതുകൊണ്ട് പണിയെടുക്കാൻ വയ്യെന്ന് ജനകൻ പറയുകയായിരുന്നു. എത്ര നാളായി എളിവേദന കാരണം പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട്? ഒരു 5 വർഷത്തോളമായി. ഇപ്പോൾ എൻ്റെ മോൻ സുഖപ്പെട്ടു. ഒറ്റ ചാട്ടത്തിന് എഴുന്നേറ്റ്, പെട്ടെന്നിരിക്കെ, ചാടി എഴുന്നേറ്റ്, പൊങ്ങിച്ചാടിക്കേ, 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 കുനിയെ നിവരുകയും ചെയ്തേ. ഇനി നന്നായിട്ട് പണിയെടുത്തോളാവോ? എടുത്തോളാം. ഫോൺ നമ്പർ 97 44 19 91 72. എടുക്കാൻ കേട്ടോ, എന്നും പണിയെടുത്തോണം. റവറന്റ് ദേവസ്യ മുല്ലക്കര സാർ നയിക്കുന്ന ധ്യാനം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ.
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരെ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരെ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ